അണ്ണാ എല്ലാം ഒറിജിനൽ നോട്ടാ. അച്ഛനും മോനും ഇപ്പൊ ഒന്നും തന്നെ ഇല്ല. മൊത്തം ഇവിടെ നിങ്ങൾ എടുത്തോണ്ട് വരിക. പൈസ എല്ലാം എത്തിയതിനു ശേഷം ഇവനെ വിട്ടാ മതി. എന്തു പറയുന്നു? അതിനുശേഷം നിന്റെ ഉദ്ദേശം നടത്തിക്കോ. അണ്ണാ പണവും വണ്ടി വന്നിട്ടുണ്ട്. ആ ചെല്ല് 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 ചെല്ല്. വേഗത്തില് ചെല്ല്. ചെല്ല്. നോക്കടാ. ശേഷു എന്താ സംഭവിച്ചത്? പണം അവിടെ. അണ്ണാ 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 എനിക്കണ്ണാ എന്തു പറ്റിയണ്ണാ? എന്താണ് പറ്റിയത്? അണ്ണാ പണം എന്ത് ചെയ്യണം? എന്നോട് ചോദിക്കുന്നത് എന്തിനാ? പണം അവിടെ. അണ്ണാ പണം ഇതിനകത്ത് വെച്ചിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? അതിരിക്കട്ടെ, ഞാനിപ്പോ എവിടെ അണ്ണാ? കാണുന്നില്ല. പിയാറിനെ കാണുന്നില്ല അണ്ണാ. മെല്ലെ പൊട്ടിക്കണ്ട, മെല്ലെ പോ. കല്ലറവിടെ കൊണ്ടുപോകും. അതെന്റെ ഭാര്യയുടെ. ഇതൊക്കെ സെറ്റ് ഇട്ടതാ. ഞങ്ങൾക്ക് അടുത്ത ഷൂട്ടിംഗ് ഉള്ളതാ. മോനെ ക്രാന്തി, ഞാൻ നിങ്ങളുടെ മകനുമല്ല, നിങ്ങൾ എന്റെ അച്ഛനുമല്ല. വിശ്വാസവഞ്ചന കാണിച്ചാലുള്ള അനുഭവം എന്താണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. പോൾ രാജ്, എത്രയോ പാപങ്ങൾ ചെയ്ത് നീ സമ്പാദിച്ച നിന്റെ മുഴുവൻ ആസ്തിയും ഇപ്പോൾ എന്റെ കയ്യിൽ. നിനക്ക് മനസ്സിലായില്ലേ മുത്തച്ഛ? നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ? നിന്നെ ജീവന തുല്യം സ്നേഹിച്ച നിന്റെ സുഹൃത്ത് കൃഷ്ണന്റെ മകനാണ് ഞാൻ. ഞാനിപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. പകയാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. നിന്നെ ഈ സ്റ്റേജിലൊന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ മോനെയും മരുമോളെയും എന്റെ കൺമുമ്പിലിട്ട് കൊന്നില്ല നീ. ഞാനും മരിച്ചു പോയെന്ന് വിചാരിച്ചു അല്ലേ? കൊച്ചുമോനും ഞാനും മാത്രം. അന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. ആർക്കായാലും തന്റെ കൊച്ചുമോനെ എഞ്ചിനീയറോ ഡോക്ടറോ ആക്കണമെന്നാണ് മോഹം. എന്നാൽ ഞാൻ എന്റെ കൊച്ചുമോനെ നിന്നോടുള്ള പക തീർക്കാൻ വേണ്ടിയാണ് വളർത്തിയത്. എന്റെ ആയുധമാക്കിയിടാ ഞാൻ അവനെ.